ഹലോ ഗേയ്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ അവിലിനെ കൊണ്ടും പഴത്തിനെ കൊണ്ടും ഒരു ഹൽവ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് എടുത്തിട്ടുണ്ട്, 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് അവിലെടുത്തിട്ടുണ്ട്, വെല്ലം കുറച്ചേ ആക്കുന്നുള്ളൂ, 2 അടി വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഉരുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കട്ടെ. ഇത് ഉരുകിയിട്ട് വെക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം നമ്മൾ ഹൽവയിലിടാൻ വേണ്ടിയിട്ട്, അത് കുറച്ചെടുത്തിട്ട്. പിന്നെ ഏലക്കായ വേണം, ഏലക്കായയും കൂടി എടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ എല്ലാം റെഡിയായില്ല. അണ്ടിപ്പരിപ്പ് കണ്ടല്ലോ, ഇത്രയും സാധനം. ഏലക്കായും കൂടി എടുക്കണം. ഏലക്കായ എടുത്ത് വെച്ചിനില്ല. ഏലക്കായയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായ നമ്മൾ അവിൽ വറുക്കണം നമുക്ക്, എന്നിട്ട് വേണം അത് പൊടിച്ചെടുക്കാൻ. എന്നിട്ട് പിന്നെ പഴവും നല്ല വൃത്തിയിൽ അരച്ചെടുക്കണം. എന്നിട്ട് പാല് വേണം, കുറച്ച് പാലും കൂടി ചേർക്കണം. പാലിൻ്റെ അകത്താണ് നമ്മൾ ഈ അവിലിനെ പൊടിച്ച അവിലുണ്ടാവുമല്ലോ, പാല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാല്. അപ്പം ഞാനിനി ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് അവിൽ വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് അവിൽ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിടുന്നുണ്ട്, വറുത്തിട്ട് പൊടിക്കാനുള്ള. ഇത്രയേ എടുക്കുന്നുള്ളൂ, കുറച്ച് മാത്രം, ഒരുപാടൊന്നുമില്ല. അപ്പോൾ അവിലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പാനിൻ്റെ അകത്താക്കിയിട്ട് അതിനൊന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് നല്ല പൊട്ടുന്ന പാകത്തിലാവില്ലേ, ആ പാകത്തിനാക്കിയിട്ട് നമുക്ക് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ സിമ്മിലാക്കി വെക്കാം, അധികമായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകണ്ട അവിൽ. അപ്പോൾ ഇതാ ഗൈസ്, ഇതാ നല്ലോണം പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതാ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി. അപ്പോൾ ഈ തണിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതാ ഞാൻ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്, കുറച്ച് തണിഞ്ഞേരം. ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ട് വരട്ടെ. അവിലിതാ പൊടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, വറുത്ത അവിൽ. ഇനി ഇതാ പഴം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം അരക്കാൻ. ഇതിന് എന്നിട്ട് പാല് ചേർത്തിട്ട് കലക്കി വെക്കണം. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള പാല് ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കലക്കി വെക്കട്ടെ. കട്ടയില്ലാണ്ട് കലക്കി വെക്കണം. എന്നിട്ട് ലാസ്റ്റ് പഴവും കൂടി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അതും കൂടി ഇതിൻ്റെ അകത്ത് കലക്കണം. ഇനി പഴവും കൂടി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിലിട്ടതിൻ്റെ ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ പഴവും അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇതിൻ്റെ അകത്തേക്ക് ആക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. പഴവും അവിലും രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുക്കണം.
അപ്പോൾ ഗൈസ് ഇത് രണ്ടും ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കണം കട്ടയാകുന്നതിന്. നല്ല സ്മൂത്തായിട്ടിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അരക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് കാണിച്ചു തരാം. പിന്നെ അത് ഉണ്ടാക്കുന്ന പാനിലേക്ക് തന്നെ നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ ഗൈസ് ഇതാ ഞാൻ മിക്സിയിലിട്ടിട്ടെല്ലാം നല്ല വൃത്തിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അവിലിൻ്റെ ഇതും നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഉരുകിനോ നോക്കട്ടെ ഗൈസ്. നെയ്യ് ഉരുകിയിട്ടില്ലെങ്കിൽ ഇത് കിട്ടൂല. ഞാൻ എടുക്കാൻ നോക്കുമ്പം അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അണ്ടിപ്പരിപ്പ് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് ഞാൻ നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിലക്കടല നുറുക്കിയിട്ട് അതും കൂടി വറുത്ത് കോരി എടുക്കുന്നതാണ്. എന്നിട്ടൊരു പാത്രത്തിലാക്കി വെക്കും. എന്നിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കണം നമുക്ക്. പിന്നെ ഇതാക്കുന്ന പാത്രത്തിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തതിൻ്റെ ശേഷം നമുക്കൊരു പാത്രത്തിലാക്കി വെക്കണം. ഏകദേശം വറുത്തായിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു സ്പൂൺ അങ്ങനെ എടുക്കട്ടെ. ഇതിനെ കൊണ്ട് ശരിക്കും ആവുന്നില്ല. ഇങ്ങനെയാകുമ്പം വേഗം കിട്ടുന്നുണ്ട്. മറ്റല്ലാണ്ട് അതിനെ കൊണ്ട് കോരുമ്പോൾ കിട്ടുന്നില്ല ഗൈസ്. എല്ലാം കോരി വെച്ചിട്ടുണ്ട്. അടി ഇടി ഓരോന്ന് ഒഴിഞ്ഞ് പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ ഈ കൂട്ടൊഴിക്കണമല്ലോ നല്ലോണം ഇളക്കിയിട്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇല്ലേ കട്ട പിടിക്കും. അതും ശ്രദ്ധിക്കണ്ടേ നമ്മൾ. അപ്പം ഞാനിത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നെയ്യിലേക്കാണ് ഒഴിച്ചിട്ടുള്ളത്. കണ്ടല്ലോ. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലേ ഇത് കട്ട പിടിച്ചു പോകില്ലേ. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം കട്ടയൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഞാൻ തുടച്ചാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒട്ടുമില്ല. ഇനി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഗൈസ്. കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സിമ്മിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അധികം തീ കൂട്ടി വെച്ചിട്ടില്ല ഞാൻ. ഇതൊന്ന് കുറുകി വരുമ്പം വെല്ലം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറുകി വരുമ്പം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് ഞാൻ വെല്ലം ഒരിക്കത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്.
വെല്ലം ഒരിക്കൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വൃത്തിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമുക്ക്. മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി അതിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി ഇളക്കിയെല്ലാം നല്ല വൃത്തിയിൽ കുറുകി വരട്ടെ, എന്നിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഗൈസ് ഏകദേശം റെഡിയായി വന്നിരിക്കുകയാണ് എൻ്റെ അവിൽ കൊണ്ടുള്ള ഹലുവ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്കുള്ള അണ്ടിപ്പരിപ്പും ഞാൻ കുറച്ച് കടല എടുത്ത് വെച്ചിരുന്നു പറഞ്ഞില്ലേ, അതും ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കാം. അതിനില്ല, കുറച്ചും കൂടി ആവാനുണ്ട്. ഞാനിത് സിമ്മിൽ തന്നെ ഇട്ടിട്ട് ഇളക്കുന്നതാണ്, അതുകൊണ്ടാണ് കുറേ നേരം പിടിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് വരാനുണ്ട് വറ്റിയിട്ട്. ശരിക്ക് അതിനില്ല. അവിലും പഴവും ചേർത്തിട്ടുള്ള ഹലുവയാണ് ഗൈസ് ഇത്. അപ്പോൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും നെയ്യ് കൂടി ഞാൻ ആക്കിയിട്ടുണ്ട്. അധികം നെയ്യൊന്നും ആക്കിയിട്ടില്ല, കുറച്ചേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കുക. അപ്പോഴത്തേക്കെല്ലാം ക്ലിയറായി വരും. അപ്പോൾ ഗൈസ് ഇതാ ഏകദേശം എൻ്റെ അവിൽ കൊണ്ടുണ്ടാക്കിയ ഹലുവ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വാങ്ങിയിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റാം. ഇതാ ഞാൻ എപ്പോൾ എടുക്കുന്ന പോലെ തന്നെ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നാണ് എടുത്തിട്ടുള്ളത്. വേറെ പാത്രമൊന്നുമില്ല ഗൈസ്, അതുകൊണ്ടാണ് സ്ഥിരം അതിൽ തന്നെ ഞാൻ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് അതിലേക്ക് ചൂടോടെ തന്നെ എടുത്തിടുന്നതാണ്. ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഹൽവേൻ്റെ പാകത്തിനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ വേറെ ഇനിയിപ്പം നെയ്യൊന്നും ഞാൻ ചേർക്കുന്നില്ല. ആ പാത്രത്തിൽ ഞാൻ നെയ്യ് തടവിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ പാകത്തിനാക്കാം. അധികം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കല്ല് പോലെയായിപ്പോവും. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. ഈ പാകത്തിന് തന്നെ നമുക്കെടുക്കാം. പഴവും അവിലും ചേർത്തിട്ടുള്ള ഹൽവയാണ് ഗൈസ് ഇത്. ചെറിയ പഴമാണ്, നേന്ത്രപ്പഴമല്ല. അപ്പോൾ നല്ല ഹൽവയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. ഓഫാക്കി. അപ്പോൾ ഞാനിത് ആ പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊന്ന് നിരത്തണം. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പാത്രത്തിൽ നമുക്ക് നിരത്തണ്ടേ ഇത്. നെയ്യും തടവി എന്നിട്ട് പാത്രത്തിലേക്ക് നിരത്തണം. എന്നാൽ മാത്രമേ ഹലുവ നല്ല റെഡിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നെയ്യ് തടവണം. സ്പൂണിന് കുറച്ച് നെയ്യ് തടവട്ടെ, എന്നാൽ മാത്രമേ കിട്ടൂ. സ്പൂണിൻ്റെ മേലെ ഞാൻ കുറച്ച് നെയ്യ് തടവുന്നുണ്ട്. അപ്പോൾ നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി ഞാനിത് പരത്തി കൊടുക്കട്ടെ നല്ല അടിപൊളിയായിട്ട്. പാത്രത്തിന് നല്ല ചൂടുണ്ട്. ഞാൻ ചൂടോടെ തന്നെയല്ലേ ഇതിപ്പോൾ എടുത്തിട്ടിട്ടുള്ളത് ഗൈസ്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പം നെയ്യ് ഇടക്കിടക്ക് തടയി കൊടുത്തോണ്ടിരിക്കുക. വേഗം ഉരുകിപ്പോകുന്നു ചൂടുള്ളതുകൊണ്ട്. സ്പൂണിന് തടയ നെയ്യുണ്ടല്ലോ, വേഗം തന്നെ അത് ഉരുകിപ്പോയ പോലെ ആകുന്നുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പോൾ ക്ലിയറായി. അപ്പോൾ ഇതാ വെളിച്ചം കുറവാണോ ഗൈസ്? ഇപ്പോഴോ? ഇപ്പം നല്ല വെളിച്ചം വന്നില്ലേ? ഞാൻ 2 ബൾബും എടുത്തിട്ട്. ആദ്യം ഒരു ബൾബ് മാത്രമേ ഇട്ടിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ടുള്ള ഇതാണ്. അപ്പോൾ ഇതാ ഞാനെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും, ഞാൻ പറഞ്ഞില്ലേ അണ്ടിപ്പരിപ്പ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് കടലയാണ് എടുത്തിനെന്ന് പറഞ്ഞില്ലേ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതാ ഗൈസ്, ഇതാ അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അകത്തേക്കൊന്ന് പ്രസ് ചെയ്തവിടെ നിർത്താം. അപ്പം നല്ല കണ്ടീഷനായിട്ട് അവിടെ നിന്നോളൂ. നല്ല അടിപൊളി അവിലിനെ കൊണ്ടുണ്ടാക്കിയ ഹൽവ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇതാ കണ്ടല്ലോ. ആറിയതിൻ്റെ ശേഷം മാത്രമേ നമുക്കിതെടുത്ത് തട്ടാനും ആവാനും എല്ലാം കയ്യോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനെല്ലാം പറ്റൂ. ഇപ്പം ഇങ്ങനെ മാത്രമേ കാണിക്കാൻ പറ്റൂ ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. അത് ഞാൻ പിന്നെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും, ഒരു ഷോർട്സ് ആയിട്ട്. അങ്ങനെയാണ് ഞാൻ എല്ലാത്തിനും ചെയ്യൽ. ഈ ചൂടോടെയാകുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പം വീഡിയോ എല്ലാം കുറച്ച് ലെങ്ത്തായി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പം അതുകൊണ്ട് അധികം നീട്ടിയിട്ട് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതാ കണ്ടല്ലോ, ഇതാ അടിപൊളിയായിട്ട് അവിൽ ഹൽവ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.